അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. മനോഹരനെ ആരെ കാണാനാടി പോയത്? എനിക്കറിയില്ല. നിനക്കറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നീയല്ലേ മനോഹരന്റെ പ്രിയപുത്രിയും വിശ്വസ്തയും? അതൊക്കെ അങ്ങനെ തന്നെയാ മുത്തശ്ശി. അച്ഛനെ ഇത് സുഹൃത്തിനെ കാണാൻ പോകുന്നു, കുറച്ച് കാശിന്റെ കാര്യത്തിന്, അത്രേ എന്നോട് പറഞ്ഞുള്ളൂ. ഈ സുഹൃത്തിന് ഊരും പേരും ഒന്നുമില്ലേ? കാണുമായിരിക്കും, ഞാൻ ചോദിച്ചൊന്നുമില്ല. തർക്കത്തിനും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഓറഞ്ച് പിഴിയും പോലെ പിഴിയും ഞാൻ. മുത്തശ്ശി, ഞാൻ സത്യമോ പറഞ്ഞേ? ഞാൻ അച്ഛനോട് വിശദീകരിച്ച് ചോദിക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് മുത്തശ്ശി എന്നെ വിസ്തരിച്ച് വെറുതെ സമയം കളയാനൊന്നും നിൽക്കണ്ട. ഞാൻ കണ്ടുപിടിച്ചോളാം. അവിടെ ഇവിടെ എന്തൊക്കെയോ കള്ളത്തരം നടക്കുന്നുണ്ട്. വിലാസിനി കണ്ടുപിടിക്കും, നീ നോക്കിക്കോ. എന്നാലും മക്കുണൻ ഏത് സുഹൃത്തിനെ കാണാനായിരിക്കും പോയത്? എന്താമ്മേ, ദേവിക പറഞ്ഞോ മനോഹരേട്ടൻ എങ്ങോട്ടാ പോയെന്ന്? ഏതോ സുഹൃത്തിനെ കാണാൻ പോയതാ, അത്രേ അവളോട് പറഞ്ഞുള്ളൂന്ന്. എന്തിന്? കാശ് കടം മേടിക്കാൻ. എങ്ങനെ ജീവിച്ചവനാ എന്റെ മനോഹരൻ. ഒരു നശിച്ചവള് വലതുകാല് വെച്ച് വന്ന് കയറിയതോടെ വീട്ടിലെ വിളക്കണഞ്ഞു. ഉണ്ടായിരുന്ന ഒരേ ഒരു ആൺതരിയും പോയി. നിർദീപമായിരുന്ന പെങ്കൊച്ച് കിടക്കയിലുമായി. മനോഹരൻ എരന്ന് ജീവിക്കേണ്ട ഗതികേടുമായി. വന്നു കയറിയ അപശകുനോ കുടമണി കിലുക്കി തുള്ളിച്ചാടി നടക്കുക. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം? കഴിഞ്ഞ ജന്മത്തിലെ പാപമായിരിക്കും, അനുഭവിക്കുക, അത്ര തന്നെ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു അനുഭവ പരമ്പര? എന്താ മുത്തശ്ശി? മനോഹരൻ ആരോടോ കാശ് കടം വാങ്ങിക്കാൻ പോയേക്കുന്നു, അത് പറയുമായിരുന്നു. ആരോട്? ആർക്കറിയാം? ഈ അച്ഛൻ ഇത് എന്തിന്റെ കേടാ? വെറുതെ മറ്റുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട്. എന്നോട് ഒന്ന് പറഞ്ഞാ പോരായിരുന്നു? എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നല്ലോ. പിന്നല്ലാതെ. അതെങ്ങനെയാ? മക്കുടൻ അഹങ്കാരിയല്ലയോ, ദുരഭിമാനി. ആരോട് വാശി തീർക്കുന്ന പോലെയാ മനോഹരേട്ടന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളും പ്രവൃത്തികളും. വേറെ ആരോട്? നമ്മളോട്. ആ ദേവിയാണല്ലോ അച്ഛനെ പറഞ്ഞിരിക്കുന്നത്. അച്ഛനെ ഒരു പൊട്ടം കളിപ്പിക്കുവാന്ന് അച്ഛനൊട്ട് മനസ്സിലാവത്തുമില്ല. അതവന് മനസ്സിലാവും ഉടനെ. അന്ന് അവൻ തന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. 3.5 തരവാ. അമ്മേ, മുത്തശ്ശി, ഞാനൊന്ന് പുറത്തേക്ക് പോവാന്നേ. അല്ല, ശരത്തുമോൻ എവിടേക്കാ? അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. ഇവിടെ ചില ബിസിനസ് പദ്ധതികളൊക്കെ അമ്മയ്ക്കുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ സ്വന്തം സ്ഥാപനമാകുമ്പോ അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ അവിടെ വന്നിരിക്കാമല്ലോ. കാശ് മേടിക്കുന്നിടത്ത് ഞാനിരുന്നോളാം. ക്യാഷ് കൗണ്ടറിൽ മുത്തശ്ശേനെ ഇരിക്കണം, പക്ഷേ കമ്പ്യൂട്ടർ പഠിക്കണം. അതൊക്കെ ശരത്തുമോൻ പഠിപ്പിച്ചു തന്നാ മതി. ഞാൻ ഏറ്റു മുത്തശ്ശി. എന്നെ പോയിട്ടേ. സൂപ്പർ മാർക്കറ്റ് ഉടനെ സൂപ്പറാക്കി തരണേ ദൈവങ്ങളെ. ദേവിക അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിർത്തുകയും ചെയ്യാം. പതിയെ അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നിൽ വെച്ച് അങ്ങനെ പതിയെ സൂക്ഷിച്ച് പതുക്കെ. ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. എന്തായാലും ഏട്ടത്തിയുടെ മോള് പുതിയ ജീവിതത്തിലേക്ക് പിച്ച വെച്ചല്ലോ. ഇനിയാ ആ ചതിയൻ ചെന്നായ കഥ അറിയാതെ ആട്ടം കാണാൻ പോകുന്നത്. ഇന്ന് ഇത്രയും മതി. പതിയെ 10 ചുവട് വീതം നടക്കാം.
എന്താടാ? ചുമ്മാ. എന്തോന്ന് ചുമ്മാ? ഒരു മുറിയിലേക്ക് കയറി വരുമ്പോ വാതിൽ തട്ടിയിട്ട് വരാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലേ? അങ്ങനെ വന്ന കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? കള്ളത്തരോ? എന്ത് കള്ളത്തരം? നിത്യ നടന്നു അല്ലേ? നീ രാവിലെ തന്നെ പൂസാണോടാ? 10 ചവിട് നടന്നു എന്ന് പറയുന്നത് കേട്ടു. ആഹോ, അത്രയും പിടിച്ചെടുത്തോ? 10 ചുവട് നടത്തും എന്നാ സുഹൃത്തെ പറഞ്ഞത്? ഓ എന്ന്. ഇത്തിരി മണ്ണ് പറ്റിയതുപോലെയുണ്ട്. നിനക്ക് ഭ്രാന്തുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് ന്യൂസ് ഇത്തിരി കൂടുതലല്ലേ? അവൻ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു. മണൽത്തരി കണ്ടുപിടിച്ച പോലും. ഞാൻ നിത്യക്കുട്ടിയും കൂടി രാജസ്ഥാൻ മരുഭൂമി കൂടി നടക്കുമായിരുന്നു. രാജസ്ഥാൻ മരുഭൂമിയാണോ ഥാർ മരുഭൂമിയാണോ എന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും ഒരു കള്ളവും ഒരുപാട് കാലം ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും ആവില്ലല്ലോ. ആ, അത് കറക്റ്റാ. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണല്ലോ നീ. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. നിത്യമോളൊന്ന് ഉറങ്ങിക്കോട്ടെ. നിത്യമോൾ ഉറങ്ങണമെന്ന എന്റെ ആഗ്രഹം എന്നേക്കുമായി. എടാ, ഓക്കെ നിത്യമോളെ, റെസ്റ്റ് ഇൻ പീസേ. ഞാനേ എന്റെ അമ്മ ഈ ദേവികേട്ടത്തിയുടെ ഭാവി അമ്മായിമ്മേ ഒന്ന് കണ്ടിട്ട് വരാ.